എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മീനാക്ഷി ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ റീന ജോൺസൺ. ഞാനിപ്പോൾ ഉള്ളത് ജെറുസലേമിലെ മാമില്ലായുടെ അടുത്തുള്ള സിസ്റ്റേഴ്സ് കോൺവെൻറ്റിലാണുള്ളത്. കോൺവെൻറ്റിനോട് ചേർന്നുള്ള പള്ളിയിലാണുള്ളത്. ഈ പള്ളിയിൽ ഇന്ന് സെപ്റ്റംബർ 29-ാം തീയതി ഇന്ന് നമ്മുടെ കൃപാസനത്തിലെ ഏറ്റവും അത്ഭുതങ്ങൾ ഒരുപാട് നടക്കുന്ന കൃപാസനം പള്ളിയിൽ ജോസഫച്ചനെ ഇവിടെ ഇന്ന് ധ്യാനിപ്പിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അച്ഛൻ നടത്തുന്ന കുർബാനയിലേക്കും അതുപോലെ ധ്യാനത്തിലേക്കും പിന്നെ അത് കഴിഞ്ഞുള്ള ആരാധനാക്രമങ്ങളിലേക്കൊക്കെയാണ് നമ്മൾ പോകുന്നത്. ഒരുപാട് മലയാളികൾ ഇന്ന് ഈ ഒരു കുർബാനയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഈ പള്ളി എന്ന് പറയുന്നത്. സാധാരണ കുർബാന നടത്തുന്ന പള്ളി നമ്മുടെ തെരേസാൻ്റെ ചർച്ചിലാണ്. ഇവിടെ കുറച്ചും കൂടി സൗകര്യപ്രദമായിട്ടുള്ള പള്ളിയായതുകൊണ്ടാണ് ഇവിടെ വെച്ചിട്ട് ഇന്ന് ഈ കുർബാനയും ആരാധനയും ഒക്കെ നടത്തുന്നത്. അപ്പം ജോസഫച്ചൻ്റെ ധ്യാനം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഈ അച്ഛൻ്റെ ഒരു ധ്യാനവും പ്രാർത്ഥനയൊക്കെ കാണാൻ വേണ്ടി കാത്തിരുന്നൊരു ഒരുപാട് മലയാളികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്കിന്ന് ഈ ജോസഫച്ചൻ്റെ ധ്യാനത്തിലേക്കും ആ കുർബാനയുടെ ക്രമത്തിലേക്കും ഒക്കെ പോയി അതൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, കുർബാന അർപ്പിക്കുന്ന ഈ വേളയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമുക്ക് പ്രത്യേകമായി സമർപ്പിക്കാം. അച്ഛൻ വിശുദ്ധ ടോക്കിൻ്റെ ഇടയ്ക്ക് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെയും വേദനകളെയും ദുഃഖങ്ങളെയും ഒറ്റപ്പെടലുകളെയും ഈശോയുടെ കുരിശിനോട് ചേർത്ത് വെച്ച് സഹിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകമായി ദൈവത്തെ പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലേക്ക് സഹനങ്ങളും കുരിശുകളും കടന്നു വരുമ്പോൾ ഈശോയുടെ കുരിശിലേക്ക് നോക്കി പിതാവേ എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് സഹനങ്ങളെ രക്ഷാകരമാക്കാൻ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തക്കതായ ഒരുക്കത്തോടുകൂടെ ഈ ജീവന് കൊണ്ടാടുവാനായിട്ട് നമ്മുടെ പാപങ്ങളോട് നമുക്ക് മനസ്തുതിച്ച് കിട്ടുന്നു. നിങ്ങൾക്ക് ഒരു നിയോഗം മനസ്സിലേക്ക് ഈ ജെറുസലേം ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ ഈ കുർബാനയിൽ നിങ്ങൾക്കൊരു നിയോഗം മനസ്സിൽ സൂക്ഷിച്ച് പരിശുദ്ധയുടെ മാധ്യസ്ഥത്തെ ഈശോയ്ക്ക് സമർപ്പിക്കും. അതിനുവേണ്ടിയായിരിക്കും ഈ കുർബാന അർപ്പിക്കുന്നത്. എല്ലാവരും കൈകൾ കൂട്ടി ഒരു നിയോഗം, ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഒരു നിയോഗം, എല്ലാവരും കാണാനോ കൗൺസിൽ ചെയ്യാനോ ചുറ്റുകൊടുക്കാനോ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഓപ്പണായിട്ട് പറയുന്നത്. ഒരു നിയോഗം മനസ്സിൽ സൂക്ഷിക്കണം. അത് പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിലേക്ക് കുർബാനയ്ക്ക് സമർപ്പിക്കുക. ഞാൻ അതിനുവേണ്ടി കുർബാന
ഈ ബലി അർപ്പിക്കണമെന്ന് ഈശോയോട് പറയുക. എല്ലാവരും സർവശക്തനായ ദൈവത്തോട് സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപപ്പെടുത്ത് നമ്മളെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാവട്ടെ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് ആശ്രയമായ വിശ്വാസമായ ദൈവമേ, അങ്ങേ കൂടാതെ ഞങ്ങൾക്ക് ശക്തിയോ വിശുദ്ധിയില്ല. അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ സമർത്ഥമായി ശരിയണമേ. കർത്താവേ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കൈക്കൊള്ളണം. ഒന്നാം വായന സംഖ്യാപുസ്തകത്തിൽ നിന്ന് 11-ാം അധ്യായം 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. അക്കാലത്ത് കർത്താവ് മേഘത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മോശയോട് സംസാരിച്ചു. അവിടുന്ന് മോശയുടെ മേലുണ്ടായിരുന്ന ചൈതന്യത്തിൽ ഒരു ഭാഗം 70 നേതാക്കന്മാരുടെ മേൽ പകർന്നു. അപ്പോൾ അവർ പ്രവചിച്ചു. പിന്നീട് അവർ പ്രവചിച്ചിട്ടില്ല. എൽദാദ്, മെദാദ് എന്നീ 2 പേർ പാളയത്തിനുള്ളിൽ തന്നെ കഴിഞ്ഞു. അവർക്ക് ചൈതന്യം ലഭിച്ചു. അവർ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നുവെങ്കിലും കൂടാരത്തിൻ്റെ സമീപത്തേക്ക് പോയിരുന്നില്ല. അവർ പാളയത്തിനുള്ളിൽ വെച്ച് തന്നെ പ്രവചിച്ചു. എൽദാദ്, മെദാദ് പാളയത്തിൽ വെച്ച് പ്രവചിക്കുന്നുവെന്ന് ഒരു യുവാവ് ഓടിച്ചെന്ന് മോശയോട് പറഞ്ഞു. ഇത് കേട്ട് നൂനിൻ്റെ മകനും മോശയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷകരിൽ ഒരുവനുമായ ജോഷുവ പറഞ്ഞു, പ്രഭു, അവരെ വിലക്കുക. മോശ ജോഷുവയോട് പറഞ്ഞു, എന്നെ പ്രതി നീ അസൂയപ്പെടുന്നുവോ? കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാവുകയും അവിടുന്ന് തൻ്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവിൻ്റെ കൽപ്പനകൾ നീതിയുക്തമാണ്, അവ ഹൃദയത്തെ സന്തോഷിക്കുന്നു. കർത്താവിൻ്റെ സാക്ഷ്യം വിശ്വാസമാണ്, അത് വിനീതരെ വിജ്ഞാനികളാക്കുന്നു. കർത്താവിൻ്റെ കൽപ്പനകൾ നീതിയുക്തമാണ്, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. കർത്താവിൻ്റെ പ്രമാണം വിശുദ്ധമാണ്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. കർത്താവിൻ്റെ കൽപ്പനകൾ നീതിയുക്തമാണ്, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. രണ്ടാം വായന വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനത്തിൽ നിന്ന്. ധനവാന്മാരെ, നിങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്ന ദുരിതങ്ങളോർത്ത് ഉച്ചത്തിൽ നിലവിളിക്കുവിൻ. നിങ്ങളുടെ സമ്പത്ത് ക്ഷയിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ വസ്ത്രങ്ങൾ പുഴരിച്ചുപോയി. നിങ്ങളുടെ സ്വർണത്തിനും വെള്ളിക്കും കറ പിടിച്ചിരിക്കുന്നു. ആ കറ നിങ്ങൾക്കെതിരെ സാക്ഷ്യമായിരിക്കും. തീ പോലെ അത് നിങ്ങളുടെ മാംസത്തെ തിന്നുകളയും. അവസാന നാളുകളിലേക്കാണ് നിങ്ങൾ സമ്പത്ത് ശേഖരിച്ചു വച്ചത്. നിങ്ങളുടെ നിലങ്ങളിൽ നിന്ന് വിളവ് ശേഖരിച്ച വേലക്കാർക്ക് കൊടുക്കാതെ പിടിച്ചുവെച്ച കൂലി ഇതാ നിലവിളിക്കുന്നു. കൊയ്ത്തുകാരുടെ നിലവിളി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ കർണകുടങ്ങളിൽ എത്തിയിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ ആഡംബരപൂർവം സുഖലോലുപരായി ജീവിച്ചു. കൊലയുടെ ദിവസത്തേക്ക് നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ കൊഴുപ്പിച്ചിരിക്കുന്നു. നീതിമാൻ നിങ്ങളെ എതിർത്തു നിന്നിട്ടില്ല. എന്നിട്ടും നിങ്ങൾ അവനെ കുറ്റം വിധിക്കുകയും കൊല്ലുകയും ചെയ്തു. കർത്താവിൻ്റെ വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അവിടുത്തെ വചനമാണ് സത്യം. ഞങ്ങളെ സത്യത്താൽ വിശദീകരിക്കണമേ. ഹല്ലേലൂയ. സുവിശേഷ ഗീതികൾ പാടാം, യേശുവിൻ സാക്ഷികളാകാം.
ലോകത്തിലെങ്ങും പോകാം, നാഥൻ വിളിക്കുന്നു നമ്മെ. സുവിശേഷ ഗീതികൾ പാടാം, യേശുവിൻ സാക്ഷികളാകാം. ലോകത്തിലെങ്ങും പോകാം, നാഥൻ വിളിക്കുന്നു നമ്മെ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങയോടുകൂടെ വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷത്തിൽ നിന്ന്. അക്കാലത്ത് യോഹന്നാൻ അവനോട് പറഞ്ഞു, ഗുരു, നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു. ഞങ്ങൾ അവനെ തടഞ്ഞു, കാരണം അവൻ നമ്മളെ അനുഗമിച്ചില്ല. യേശു പറഞ്ഞു, അവനെ തടയേണ്ട. ഒരുവന് തൻ്റെ നാമത്തിൽ അത്ഭുത പ്രവൃത്തി ചെയ്യുവാനും ഉടനെ എന്നെക്കുറിച്ച് ദൂഷണം പറയുവാനും സാധിക്കുകയില്ല. നമുക്കെതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ അവൻ്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്കൊരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവൻ ഉടർച്ച വരുത്തുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് ഒരു വലിയ തിരികല്ല് കഴുത്തിൽ കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ്. നിന്റെ കൈ നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് വെട്ടിക്കളയുക. നിന്റെ പാദം നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് മുറിച്ചു കളയുക. നിന്റെ കണ്ണു മൂലം നിനക്ക് ദുഷ്പ്രേരണ ഉണ്ടാകുന്നെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. ഇരു കണ്ണുകളുമുള്ളവനായി പുഴു ചാകാത്തതും തീ കടാത്തതുമായ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് ഒരു കണ്ണോടുകൂടെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. ദൈവവചനമാണ് നാം കേട്ടത്. അങ്ങയുടെ കാരുണ്യത്തിന് ലഭിച്ചത് ഞങ്ങൾക്ക് നിത്യജീവന ഭോജനമായി തീരുവാനുള്ള അപ്പം ഭൂമിയുടെയും മനുഷ്യ പ്രയത്നത്തിൻ്റെയും ഫലമായി ഞങ്ങൾക്ക് എരിഞ്ഞുള്ള പിതാവേ, അങ്ങേ നാം വാഴ്ത്തി തരട്ടെ. എല്ലാ നന്മകളുടെയും ദാതാവായ ദൈവമേ, കാഴ്ചവെക്കുന്ന വീഞ്ഞ് അങ്ങയുടെ കാരുണ്യത്തിനാണല്ലോ എനിക്ക് ലഭിച്ചത്. ഞങ്ങൾക്ക് ആത്മീയ പാനീയമായി തീരുവാനുള്ള വീഞ്ഞ് മന്ത്രികളുടെയും മനുഷ്യ പ്രേതത്തിൻ്റെയും പരമായി ഞങ്ങൾക്ക് എറിഞ്ഞവരുടെ പിതാവേ, അങ്ങേ നാമം വാഴ്ത്തപ്പെട്ടു. പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കാരണവാനായ ദൈവമേ, ഞങ്ങളുടെ ഈ കാഴ്ചാർപ്പണം അങ്ങേക്ക് സ്വീകാര്യമാകുന്നത്
അതുവഴി സകല അനുഗ്രഹങ്ങളുടെയും ഉറവിടം ഞങ്ങൾക്കായി തുറക്കപ്പെടുന്നതിന് ഇടയാകണമേ. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കൈക്കൊള്ളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. സർവേശ്വര, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങൾ എപ്പോഴും അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുക. ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അളവില്ലാത്ത മഹത്വം അങ്ങയുടെ മാത്രമാണെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങനെ അങ്ങേ ദൈവികയാൽ ഭർത്തരായ അങ്ങ് സഹായിച്ചു. മാത്രമല്ല, ഞങ്ങളുടെ ഭർത്തയ്ക്ക് തന്നെ പ്രതിഫലം നൽകുകയും അങ്ങ് നാശത്തെ പതിച്ച എല്ലാവരെയും ഏത് വഴിയാണോ അവർ വീണപ്പോയത് അതേ വഴി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രക്ഷിക്കുകയും ചെയ്തു. അവിടുന്ന് വഴി മലക്കമാരുടെ സൈന്യം അങ്ങേ മഹമ്മയെ ആരാധിക്കുകയും അങ്ങേ മുമ്പിൽ നിന്നും ആനന്ദം കൊള്ളുകയും ചെയ്യും. അവിടുത്തെ ഈശ്വരവും ചേരുവാൻ അനുവദിക്കുമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ നിരുപമമന്യേ മഹിമകളാൽ നിറഞ്ഞുമറിയും വിണ്ണകവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യരുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ഇടിച്ചു പിഴിയപ്പെട്ട മുന്തിരിച്ചാറും പൊടിയപ്പെട്ട ഗോതമ്പുമായി അപ്പമായി നമ്മുടെ ജീവിതവും കർത്താവിൻ്റെ ബലിയോട് ചേർത്ത് വെച്ചുകൊണ്ട് അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ അധിവേശത്തിനും അഭിഷേകത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കാം. സ്തുതിയുടെ ഹല്ലേലൂയ. പിതാവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവിനാൽ മഞ്ഞുകണം പോലെ കാണിക്കകളെ ആശീർവദിക്കണമേ. ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി മാറ്റുവാൻ കനിയണമേ. അവിടുത്തെ കൽപ്പന അനുസരിച്ചാണല്ലോ ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ കൊണ്ടാടുന്നത്. കൃഷ്ണനാഥൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേ കൃതജ്ഞത പ്രകാശിപ്പിച്ച തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് ഈശോ അരുളിച്ചെയ്ത എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുക. എന്തെന്നാൽ
ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. യേശുവേ നാഥ ജീവനവന്റെ സർവസ്വവും മുൻപിലടച്ച് കുമ്പിടുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് അവിടുന്ന് വിശിഷ്ടമായി പാനപാത്ര പാവനമായ തൃക്കരങ്ങളിലെടുത്ത് വീണ്ടും അങ്ങേ കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുകയും, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. യേശുവേ നാഥ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലടച്ച് കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലടച്ച് കുമ്പിടുന്നു. വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങയുടെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ എതിർകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനെ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാന കസരം പിരാസ് ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെ കൃതജ്ഞതയായി ഹൃദയാസ്വസ്ഥ ബലിയായി സ്വർഗീയ ബലിപീഠത്തിൽ പരമപിതാവിന് തിരുസനെ സമർപ്പിക്കുന്ന വലിയ കുർബാന അർപ്പണ സമർപ്പണമാണ്. നമുക്ക് ഈശോയെ നൽകിയതിന് ദൈവപിതാവ് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സർവശക്തനായ പിതാവെ, അങ്ങേക്ക് ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ മഹിമയും ആരാധനയും ദൈവമേ, ദൈവപിതാവേ, അങ്ങേക്ക്
എന്നും എന്നേക്കും. ഇത് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ഈ ദിവ്യകുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ വരാൻ യോഗ്യല്ല. അങ്ങ് കൽപ്പിച്ചാൽ മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
നമുക്ക് പ്രാർത്ഥിക്കാം. മരണം പ്രഖ്യാപിക്കുമ്പോഴെല്ലാം അവിടുത്തെ പീഡാസനത്തിൽ പങ്കുചേർന്ന് ഞങ്ങൾ അവിടുത്തെ ഉയർപ്പിൻ്റെ മഹിമ പ്രാപിപ്പാൻ അനുഗ്രഹം നൽകണമേ. കർത്താവായ ക്രിസ്തുവിൽ സമർപ്പിക്കുന്ന പ്രാർത്ഥന കൈക്കൊള്ളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ പരിശുദ്ധനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പൂജ സമാപിച്ചു. ആരാധനാഗീതങ്ങൾ